ഭഗവാൻ ശിവശങ്കരൻ, പരംപിതാ ബ്രഹ്മദേവൻ, ഭഗവാൻ ശ്രീഹരി വിഷ്ണു, മാതാവ് ഗോമതി ഗോദാവരി, കേട്ടു സങ്കടമുക്തിക്കായി ശിവഭക്തർ തൻ പ്രാർത്ഥന കേട്ടു സങ്കടമുക്തിക്കായി ജ്യോതിർലിംഗ സ്വരൂപം പൂണ്ടു ശിവശങ്കരനാം ദേവൻ. ശിവശങ്കരനാം ദേവൻ, 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 ശിവശങ്കരനാം ദേവൻ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. സ്വാമി, ഇന്നത്തെ പ്രദോഷത്തിന് വിശേഷാൽ മഹത്വമുണ്ട്. ഇന്ന് അവിടുന്ന് ഭഗവാൻ ശിവനെ സഹസ്രാഹൂതികൾ അർപ്പിക്കണം. പ്രിയേ, ഞാൻ ഗുരുദേവൻ ഉപദേശിച്ച വിധിയനുസരിച്ച് വ്രതമനുഷ്ഠിക്കുന്നു. ഈ സത്യം എനിക്കറിയാം, സ്മരണയുമുണ്ട്. സഹസ്രാഹൂതികൾ പൂർത്തിയാക്കാതെ ഞാൻ എഴുന്നേൽക്കുകയുമില്ല. ഓം നമസ്തേസ്തു ഭഗവൻ വിശ്വേശ്വരായ സ്വാഹ. ഓം മഹാദേവായ സ്വാഹ. ഓം സദാശിവായ സ്വാഹ. ഓം നാഗേശ്വരായ സ്വാഹ. ഓം സർവേശ്വരായ സ്വാഹ. മഹാരാജൻ സത്യരഥൻ ജയിച്ചാലും, മഹാരാജൻ സത്യരഥൻ ജയിച്ചാലും, മഹാരാജൻ സത്യരഥൻ ജയിച്ചാലും. മഹാരാജ, ഞങ്ങൾ അങ്ങയുടെ പ്രധാന ശത്രു കേതുധ്വജനെ ബന്ധനത്തിലാക്കി കഴിഞ്ഞു. പോകരുത് സ്വാമി. മഹാറാണി, നമ്മുടെ പ്രധാന ശത്രു ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. നാം ഇപ്പോൾ തന്നെ അവന്റെ ശിരച്ഛേദം ചെയ്ത് നമ്മുടെ പ്രതികാരാഗ്നിയെ ശമിപ്പിക്കുന്നതാണ്. സ്വാമി, പ്രദോഷവ്രത പൂജ തിരിച്ചു പോകുന്നത് ഉചിതമല്ല. ആദ്യം അങ്ങ് പൂജ പൂർത്തിയാക്കൂ, പിന്നീടാകട്ടെ മറ്റു കാര്യങ്ങളെല്ലാം. ഇല്ല മഹാറാണി, ശത്രു മുന്നിലുണ്ട്, പ്രതികാരാഗ്നി ഉള്ളിലും. നമുക്കിനി 1000 ആഹൂതി തീരും വരെ ക്ഷമിച്ചു നിൽക്കാനാകില്ല. നമ്മുടെ ശത്രുവിന്റെ ശിരച്ഛേദം ചെയ്യുന്നതുവരെ നമ്മുടെ ക്രോധാഗ്നി ശമിക്കുകയില്ല. നിൽക്കണം സ്വാമി, നിൽക്കണം. പ്രഭു, എന്റെ നാഥൻ അങ്ങയുടെ പൂജ പൂർത്തിയാക്കാതെ പോയി. പൂജ പൂർത്തിയാക്കാത്തത് മഹാപാപമാണ്. എന്റെ പതി ചെയ്ത ഈ പാപം ക്ഷമിക്കണമേ പ്രഭു. കേതുധ്വജ, മഹാരാജൻ സത്യരഥൻ നിന്നെ ജീവനോടെ വിടില്ല. മൃത്യുവിന്റെ വക്രത്തിൽ എത്തിപ്പെടും മുമ്പ് ഭഗവാനെ സ്മരിച്ചുകൊള്ളുക. കേതുധ്വജ, നീ എന്റെ മുന്നിൽ ബന്ധനത്തിൽ നിൽക്കുകയാണ്. നിന്റെ മൃത്യു എന്റെ കരങ്ങൾ കൊണ്ടാണ്. ക്ഷമിക്കണേ മഹാരാജ, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അങ്ങയുടെ അധീശത്വം സ്വീകരിക്കാം മഹാരാജ. ഞാൻ എന്റെ രാജ്യം അങ്ങയുടെ ചരണങ്ങളിൽ സമർപ്പിക്കുന്നു മഹാരാജ. എന്നോട് ക്ഷമിക്കണമേ. കേതുധ്വജ, നീ പരാജയപ്പെട്ടു കഴിഞ്ഞു. അതിനാൽ നീ എനിക്ക് അധീനനാണ്. തോൽവിയടഞ്ഞ ശത്രുവിന്റെ രാജ്യം വിജയിക്ക് അധീനമായി തീരുന്നു. സർവവും അങ്ങക്ക് അധീനമായി തീർന്നു മഹാരാജ. പക്ഷെ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ മഹാരാജ. നിന്നോട് ക്ഷമിച്ചാൽ എന്റെ മനസ്സിന് എങ്ങനെ ശാന്തി ലഭിക്കുവാനാണ്? ക്ഷമിക്കുന്നത് കൊണ്ട് മനസ്സിന് നിസ്സീമമായ അതിപരമമായ ശാന്തി ലഭിക്കുന്നു മഹാരാജ. എന്നോട് ക്ഷമിക്കണമേ. ഇല്ല, നിന്റെ ശിരസ് നിന്റെ ഗളത്തിൽ നിന്നും വേർപ്പെടുത്തുന്നത് വരെ നമ്മുടെ മനസ്സിന് ശാന്തത കൈവരിക്കാനാവില്ല. ഇല്ല, ഇല്ല.
മഹാരാജൻ സത്യരഥൻ മഹാരാജൻ സത്യരഥൻ മഹാരാജൻ സത്യരഥൻ മഹാമന്ത്രി, ആജ്ഞാപിച്ചാലും മഹാരാജൻ. നമ്മുടെ പ്രധാന ശത്രു കേതുധ്വജൻ സമാപ്തനായി. പ്രത്യക്ഷ സത്യം മഹാരാജൻ. മഹാറാണി, മഹാറാണി, എന്താണ് സ്വാമി? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ദിനമാണിന്ന്. നാം ഇന്ന് വളരെ പ്രസന്നനാണ്. നാം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ നശിപ്പിച്ചു കഴിഞ്ഞു. സ്വന്തം കരം കൊണ്ട് ഞാൻ എന്റെ ആജന്മ ശത്രുവിനെ നിഗ്രഹിച്ചു കഴിഞ്ഞു. ഹാ സ്വാമി, അങ്ങ് ഇന്ന് അത്യധികം പ്രസന്നനാണ്. എങ്ങനെ പ്രസന്നനാകാതിരിക്കും? കേതുധ്വജൻ വർഷങ്ങളായി നമുക്ക് മനസ്സമാധാനം തന്നിരുന്നില്ല. നമ്മുടെ മാർഗത്തിൽ മുള്ളു വിതറുകയായിരുന്നു. അതിപ്പോൾ അവസാനിച്ചു. നമുക്കിനി സുഖമായി ഉറങ്ങാനാകും. സത്യരഥ, നിന്റെയും നിന്റെ മഹാറാണിയുടെയും ഭാഗ്യത്തിൽ ആനന്ദം എവിടെ? കേതുധ്വജന്റെ ഈ പുത്രൻ വൃഷധ്വജൻ മൃത്യുവിനായി നിന്റെ വംശത്തെ കാഴ്ചവെക്കാൻ കാത്തിരിക്കുന്നു. നീ എന്റെ പിതാവിനെ നിർദ്ദയം നിഗ്രഹിച്ചു. ആ പിതാവിന്റെ പുത്രൻ വൃഷധ്വജൻ നിനക്ക് മൃത്യുദണ്ഡന നൽകും. ഹേ നരാധമ, ഏതു പീഡ നീ എനിക്ക് നൽകിയോ അതേ പീഡ ഞാൻ നിനക്കും നൽകും. പ്രതികാരം വീട്ടും ഞാൻ, പ്രതികാരം. വിദർഭരാജൻ സത്യരഥൻ തന്റെ റാണിയുമൊത്ത് വനവിഹാരത്തിന് ഈ മാർഗത്തിലൂടെ വരുന്നുണ്ട്. വായോ സത്യരഥ, വായോ. ഇന്ന് നിനക്ക് ദുർഭാഗ്യവും എനിക്ക് സൗഭാഗ്യവുമാണ്. സ്വാമി, വിദർഭരാജ്യത്തിന് യുവരാജൻ, അങ്ങയ്ക്ക് ഉത്തരാധികാരി അടുത്ത് തന്നെ ജനിക്കാൻ പോകുന്നു. അങ്ങ് അവനെ സ്വാഗതം ചെയ്യുവാൻ ഉടൻ തയ്യാറാകണം. ജനിക്കാൻ പോകുന്ന നമ്മുടെ യുവരാജനെ സ്വീകരിക്കാൻ നാം പൂർണ്ണമായും തയ്യാറാണ് മഹാറാണി. അവന്റെ ജന്മോത്സവം നമ്മുടെ ശത്രുവിന്റെ മരണോത്സവത്തെക്കാൾ ആഘോഷത്തോടെ നാം കൊണ്ടാടും. സത്യരഥ, താഴെ ഇറങ്ങ്. എന്റെ പിതാവിന്റെ വധത്തിന് പ്രതികാരം ഞാൻ നിന്റെ ശിരസ് വെട്ടിയെറിഞ്ഞ് നിർവഹിക്കും. എങ്കിലേ എന്റെ പിതാവിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കൂ. എനിക്കും മനഃശാന്തി ആവശ്യമാണ്. ക്ഷമിക്കണേ, ക്ഷമിക്കണേ വൃഷധ്വജ, എന്നോട് ക്ഷമിക്കണേ. എന്നോട് ക്ഷമിക്കണമേ മഹാരാജ. ക്ഷമിക്കണേ വൃഷധ്വജ, എന്നോട് ക്ഷമിക്കണേ. എന്നോട് ക്ഷമിക്കണമേ മഹാരാജ. എന്നോട് ക്ഷമിക്കണേ. ക്ഷമയല്ല, പ്രതികാരം. നിന്റെ ഗർഭത്തിൽ എന്റെ ശത്രുവിന്റെ പുത്രൻ വളരുകയാണ്. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ജീവിക്കാൻ അനുവദിക്കില്ല സുരഥ. നിന്നോടൊപ്പം തന്നെ ഞാൻ അവന്റെയും ജീവൻ എടുക്കും. പ്രഭു, എന്നെ രക്ഷിക്കണേ. പ്രഭു, എന്റെ പുത്രനെ ശത്രുവിൽ നിന്ന് രക്ഷിക്കണേ. പരമേശ്വര, ഞാൻ അങ്ങയുടെ ശരണാർത്ഥിയാണ്. ഹേ പരമേശ്വര.